Here, let us understand how to represent the sparse matrix in its triplet form using C program. In the previous lecture, we have seen what is a sparse matrix and how it can be denoted using triplet representation. In this video, let us try to understand how this is implemented using a C program. Let's move on to the program. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. So there are two-dimensional arrays declared here, S and SP. S എന്നുള്ളത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാർസ് മെട്രിക്സ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. SP എന്നുള്ളത് ഇതിനെ ട്രിപ്ലെറ്റ് ഫോമിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടു-ഡയമെൻഷണൽ array ആണ്. I and J are loop control variables. M, N denote the order of the sparse matrix, that is M represents the number of rows and N represents the number of columns. K എന്നുള്ളത് sparse matrix represent ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ count എന്നുള്ള വേരിയബിൾ number of non-zero elements in the sparse matrix denote ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. First of all, you have to input the order of the matrix. Here, M by N will be the order of the input matrix. M represents the number of rows and N represents the number of columns. ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന മെട്രിക്സിന്റെ ഓർഡർ ആണ് M എന്നുള്ള വേരിയബിളിലും അതുപോലെ തന്നെ N എന്നുള്ള വേരിയബിളിലും ഡിഫൈൻ ചെയ്യുന്നത്. Now, after that, you can input the elements present in this M by N matrix. M ന്റെയും N ന്റെയും വാല്യൂ എത്രയാണോ അതിനെ ഡിപെൻഡ് ചെയ്തിട്ട് അത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. Suppose M is equal to 4 and N is equal to 3. Then we are defining a 4x3 matrix. 4x3 matrix total number of elements എന്നുള്ളത് 4 into 3 ആയിരിക്കും. That is 12. 12 elements ആണ് ഇൻപുട്ട് ചെയ്യേണ്ടി വരിക. ഈ 12 elements ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് ലൂപ്സും അതിലെ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ എലമെന്റ്സും S of ij എന്നുള്ള ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. After that, you have to display this matrix in a matrix form. ഇൻപുട്ട് ചെയ്തിട്ടുള്ള ടു-ഡയമെൻഷണൽ array ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഈ രണ്ട് ഫോർ ലൂപ്പും അതിനകത്തുള്ള printf സ്റ്റേറ്റ്മെന്റും യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. Now we'll move on to the core part of this program. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു സ്പാർസ് മെട്രിക്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. സ്പാർസ് മെട്രിക്സ് ആണെങ്കിൽ മാത്രം ട്രിപ്ലെറ്റ് ഫോമിലെ റെപ്രസെന്റേഷനിലേക്ക് കടന്നാൽ മതി. അല്ലാത്ത കേസിൽ അതൊരു സ്പാർസ് മെട്രിക്സ് അല്ല എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എക്സിറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ചെക്ക് വെദർ ദിസ് ഇൻപുട്ട് മെട്രിക്സ് ഇസ് എ സ്പാർസ് മെട്രിക്സ് ഓർ നോട്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സ്പാർസ് മെട്രിക്സ് എന്താണെന്ന് അറിയണം. സ്പാർസ് മെട്രിക്സ് എന്താണ്? സ്പാർസ് മെട്രിക്സ് മീൻസ് ദി മെജോറിറ്റി എലമെന്റ്സ് in the matrix will be zeros. Majority എന്ന് പറയുമ്പോൾ more than half of the elements zeros ആയിരിക്കണം. Non-zero elements ന്റെ എണ്ണം കുറവായിരിക്കണം compared to total number of elements. So ഇവിടെ നമ്മൾ non-zero elements കൗണ്ട് ചെയ്യും. Non-zero elements കൗണ്ട് ചെയ്തിട്ട് ഇതൊരു സ്പാർസ് മെട്രിക്സ് ആണോ അല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. Non-zero elements കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. കാരണം ആദ്യത്തെ എലമെന്റ് മുതൽ അവസാനത്തെ എലമെന്റ് വരെ ചെക്ക് ചെയ്യണം. ഏതാണ് non-zero element എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു non-zero element ഫൈൻഡ് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് അതിനെ കൗണ്ട് ചെയ്യണം. സോ ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ കൗണ്ട് എന്നുള്ള ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ കൗണ്ട് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 0 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. സോ ഇനീഷ്യലി വേരിയബിൾ വാല്യൂ the value of count will be 0 and after that whenever you find a non-zero element the value of the count will be incremented by 1. സോ ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് എലമെന്റ് മുതൽ അറേയിലുള്ള എല്ലാ എലമെന്റ് വരുമ്പോഴും ഈ ഒരു കമ്പാരിസൺ ഇവിടെ നടത്തും. S of ij not equal to 0. Not equal to 0 ആണെങ്കിൽ that is if it is true then the value of count will be incremented by 1. So ഈ ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ ലൂപ്സ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് എന്നുള്ള വേരിയബിളിലുള്ള വാല്യൂ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് non-zero elements. ഇനി ഇവിടെ ഒരു കമ്പാരിസൺ കൂടി നടത്തുന്നുണ്ട്. That is if count greater than or equal to m into n by 2. m into n എന്ന് പറയുന്നത് total number of elements in the array ആണ്. If m is the number of rows and n is the number of columns, then
the total number of elements present in that particular matrix will be equal to m into n. So ഇവിടെ m into n represent ചെയ്യുന്നത് total number of elements ആണ്. And total number of elements by 2 എന്ന് പറയുമ്പോൾ half of the elements ആയി. ഇനി കൗണ്ടിന്റെ വാല്യൂ greater than or equal to m into n by 2 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? More than half of the elements will be non-zero elements. More than half non-zero elements ആണെങ്കിൽ ഇതൊരു sparse matrix അല്ല. Then we can stop with this and exit the program. And if this condition is false, then we have to move on to the else part. Triplet representation ലേക്ക് പോവാനുള്ള കോഡ് ആണ് else പാർട്ടിൽ എഴുതിയിട്ടുള്ളത്. So ഇവിടെ ഇതാണ് triplet representation വേണ്ട കോഡ്. So triplet representation ലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് എലമെന്റ് മുതൽ ലാസ്റ്റ് എലമെന്റ് വരെ വീണ്ടും എടുക്കണം. ഫസ്റ്റ് എലമെന്റ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് ഒരു നോൺ സീറോ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ട്രിപ്ലെറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. ട്രിപ്ലെറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും 3 വാല്യൂസ് ആണ് ഉണ്ടാവുക. റോ വാല്യൂ, കോളം വാല്യൂ ആൻഡ് ദി ആക്ച്വൽ വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ്. ഈ 3 കാര്യങ്ങളാണ് ട്രിപ്ലെറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വേണ്ടത്. റോ വാല്യൂ എന്താണ്? നോൺ സീറോ എലമെന്റിന്റെ റോ ഇൻഡെക്സ് എന്താണ്? കോളം ഇൻഡെക്സ് എന്താണ്? അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് ട്രിപ്ലെറ്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റ് മുതൽ ലാസ്റ്റ് എലമെന്റ് വരെ കമ്പയർ ചെയ്യണം. ഓരോ എലമെന്റ് വരുമ്പോഴും നമ്മൾ ചെയ്യുന്ന കമ്പാരിസൺ എന്ന് പറയുന്നത് ഇഫ് എസ് ഓഫ് ഐ ജെ നോട്ട് ഈക്വൽ ടു 0, അതൊരു നോൺ സീറോ എലമെന്റ് ആണോ അല്ലയോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നോൺ സീറോ എലമെന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ, ദെൻ വി വിൽ മൂവ് ഓൺ ടു ദി ബോഡി ഓഫ് ദിസ് പെർട്ടിക്കുലർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്? എസ് പി എന്നുള്ളത് സ്പാർസ് മെട്രിക്സിന്റെ ട്രിപ്ലെറ്റ് ഫോമിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ കെയുടെ വാല്യൂ, കെ നമ്മൾ ആദ്യമേ തന്നെ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ എസ് പി എന്നുള്ള മെട്രിക്സിന്റെ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും അപ്പോൾ വരുന്നത്. 0 ഐയുടെ വാല്യൂ, ഐ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ റോ ഇൻഡെക്സ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ റോ ഇൻഡെക്സ് ആണ് ഐ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഐയുടെ വാല്യൂ എസ് പി അറ്റ് K0 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ജെ വാല്യൂ, ജെ എന്ന് പറയുന്നത് കോളം ഇൻഡെക്സ് ആണ്. ഈ നോൺ സീറോ എലമെന്റിന്റെ കോളം ഇൻഡെക്സ് ആണ് ജെ. സോ ജെയുടെ വാല്യൂ നമ്മൾ K1ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കെയുടെ വാല്യൂ 0 തന്നെയാണ്. അപ്പൊ എസ് പി അറ്റ് 0, 1 എന്നുള്ള വാല്യൂലേക്ക് സെക്കൻഡ് ഇൻഡെക്സ് കോളം ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുന്നു. ദെൻ തേർഡ് വാല്യൂ എന്തായിരിക്കും? തേർഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ നോൺ സീറോ എലമെന്റ് എന്താണോ അതിന്റെ വാല്യൂ ആണ്. അതായത് എസ് ഓഫ് ഐ ജെ, എസ് ഓഫ് ഐ ജെയുടെ വാല്യൂ തന്നെയാണ് എസ് പി അറ്റ് K2 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കെ വാല്യൂ വിൽ ബി 0 ഹിയർ ആൻഡ് 2 എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് കോളം ആണ്. ഇവിടെ സെക്കൻഡ് ഇൻഡെക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് കോളം വാല്യൂസിനെയാണ് 0, 1, 2. അതായത് നമ്മൾ ഫസ്റ്റ് റോയിലെ ഓരോ എലമെന്റ്സ് 1 by 1 ആയിട്ട് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. നൗ ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയി. കാരണം ഒരു ഇൻഡെക്സിൽ എത്രയാണോ ഈ ഒരു ട്രിപ്ലെറ്റ് റെപ്രസെന്റേഷനിൽ എപ്പോഴും കോളം വാല്യൂസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 കോളംസ് ആയിട്ടാണുള്ളത്. ഫസ്റ്റ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് റോ ഇൻഡെക്സിനെയാണ്, സെക്കൻഡ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് കോളം ഇൻഡെക്സിനെയാണ്, ആൻഡ് തേർഡ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് വാല്യൂ ആണ്, ആക്ച്വൽ വാല്യൂ ആണ്. സോ ഈ 3 കോളംസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് 0, 1, 2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ കെയുടെ വാല്യൂ, കെ എന്ന് പറയുന്നത് റോ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. റോയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ് എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കെയുടെ വാല്യൂ വേരി ചെയ്യുക. ഇനീഷ്യലി അത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോയിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കെക്കുള്ള 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് റോയിലായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആവും. ദെൻ സെക്കൻഡ് റോയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ കെ ഇൻക്രിമെന്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം അത് കെയുടെ വാല്യൂ സെക്കൻഡ് റോയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ 1 ആയിരിക്കും. സോ ഈ കെയുടെ വാല്യൂ ഇത് ഡൈനാമിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. ദെൻ ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ ദിസ് ലൂപ്പ് ഈസ് എക്സിറ്റഡ്, വി വിൽ ഗെറ്റ് ദി വാല്യൂസ് ഇൻ എസ് പി. എസ് പി എന്നുള്ള മെട്രിക്സിലായിരിക്കും ട്രിപ്ലെറ്റ് ഫോം ഉണ്ടാവുക. ഇനി അത് മെട്രിക്സ് ഫോമിൽ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ അഗെയിൻ സ്റ്റാർട്ട് വിത്ത് 2 different for loops. സോ ഇവിടെ ഈ ഒരു സ്പാർസ് മെട്രിക്സിൽ ട്രിപ്ലെറ്റ് ഫോമിലുള്ള റെപ്രസെന്റേഷനിലേക്കാണ് നെക്സ്റ്റ് പോകുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? I equal to 0, I less than count. റോ വാല്യൂ ചേഞ്ച് ആവുന്നത് കൗണ്ട് ആവുന്നത് വരെയാണ്.
എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റോസ് ആയിരിക്കും ട്രിപ്ലെറ്റ് ഫോമിലെ മെട്രിക്സിന് ഉണ്ടാവുക. കോളം നമ്പർ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും 3. റോ ഇൻഡെക്സ്, കോളം ഇൻഡെക്സ് ആൻഡ് വാല്യൂ ഇത്രയും ആണ് കോളംസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എപ്പോഴും 3 ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇവിടെ ഇന്നർ ഫോർ ലൂപ്പിൽ 3 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. Then we have to print each and every elements in the matrix SP. So let's see how this work with the code. Turbosil നമുക്കിത് view ചെയ്യാം. So this is the code here, and let's execute this code and see what will be the output of this program. Okay, so enter the order of matrix. Let's enter a 3 by 4 matrix here. So the 3 by 4 matrix means it will be having 12 elements. So 12 elements input here. 1, 2, then കുറച്ച് elements 0 ആയിരിക്കണം. Okay. So ഇതാണ് matrix. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള matrix എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് 3 by 4 ആയതുകൊണ്ട് 3 റോസും 4 കോളംസും ആണുള്ളത്. നമ്മൾ എൻ്റർ ചെയ്ത ഓർഡറിൽ തന്നെ ഇതിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണ്? നമ്പർ ഓഫ് സീറോസ് കൗണ്ട് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് ഉണ്ടായിരുന്നത് 12 ആയിരുന്നു. 12 എലമെന്റ്സ് ആണ് 3 by 4 മെട്രിക്സിൽ ഉണ്ടാവുക. 12 എലമെന്റ്സിൽ 6 എലമെന്റ്സ് മാത്രമാണ് 0 ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 6 എലമെന്റ്സ് ഇവിടെ നോൺ സീറോ ആണ്. അതായത് ഹാഫ് ഓഫ് ദി എലമെന്റ്സ് സീറോയും ഹാഫ് ഓഫ് ദി എലമെന്റ്സ് നോൺ സീറോ ആണ്. അതിനർത്ഥം എന്താണ്? ഇതൊരു സ്പാർസ് മെട്രിക്സ് അല്ല. സോ മെസ്സേജ് ഇസ് ഡിസ്പ്ലേഡ് ഹിയർ, ഇറ്റ് ഇസ് നോട്ട് എ സ്പാർസ് മെട്രിക്സ്. ഇങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ വരിക. ഇനി അതർ കണ്ടീഷൻ ഇസ് വെൻ ദി മെട്രിക്സ് entered is a sparse matrix. Let's see the output for that. Once again run the program, and now we will be entering a sparse matrix. So നമുക്ക് 3 by 4 മെട്രിക്സ് തന്നെ എടുക്കാം. കുറച്ച് എലമെന്റ്സ് അധികം സീറോസ് ആയിട്ട് കൊടുക്കാം. Okay, 12 elements are input here, and now you can see the input matrix is shown in the first part. It is 2 0 0 0 3 0 0 4 0 0 2 0. Sparse matrix ആണിത്, കാരണം more than half of the elements ഇവിടെ zeros ആണ്. ഇനി സ്പാർസ് മെട്രിക്സിന്റെ ട്രിപ്ലെറ്റ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ കാണാൻ പറ്റുന്നത്. അവിടെ ഇൻഡെക്സ് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. റോ ഇൻഡെക്സ് ആണ് ഫസ്റ്റ് കോളത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് കോളത്തിൽ കോളം ഇൻഡെക്സ് വാല്യൂ ആണ്. തേർഡ് കോളത്തിൽ വാല്യൂ ഓഫ് ദി നോൺ സീറോ എലമെന്റ് ആണ്. സോ ഫസ്റ്റത്തെ നോൺ സീറോ എലമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നതിന്റെ ഇൻഡെക്സ് വാല്യൂ എന്താണ്? റോ ഇൻഡെക്സ് 0യും കോളം ഇൻഡെക്സും 0 തന്നെയാണ്. അപ്പൊ 0 0 എന്നുള്ള ഇൻഡെക്സ് വാല്യൂയിലുള്ള വാല്യൂ ആണ് 2. ഇനി അടുത്ത നോൺ സീറോ എലമെന്റ് ഏതാണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡെക്സ് 1 ആണ്. റോ ഇൻഡെക്സ് 1ഉം കോളം ഇൻഡെക്സ് 0 ആണ്. ആൻഡ് ദ വാല്യൂ ഇസ് 3. ആൻഡ് നെക്സ്റ്റ് നോൺ സീറോ എലമെന്റ് ഇസ് ഫൗണ്ട് അറ്റ് സെക്കൻഡ് റോ ഫോർത്ത് കോളം. 4 എന്നുള്ള എലമെന്റ് ആണ് സെക്കൻഡ് റോയിലെ ഫോർത്ത് കോളത്തിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന്റെ ഇൻഡെക്സ് എന്താണ്? റോ ഇൻഡെക്സ് 1ഉം കോളം ഇൻഡെക്സ് 3 ആയിരിക്കും. അതാണ് 1 3 4 എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് റോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇസ് ഫൗണ്ട് അറ്റ് തേർഡ് റോ ആൻഡ് തേർഡ് കോളം. സോ അവിടെ നമുക്ക് ഇൻഡെക്സ് എന്തായിരിക്കും? തേർഡ് റോ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 2 ആണ്. റോ ഇൻഡെക്സ് 2 ആണ്. കോളം ഇൻഡെക്സും 2 ആണ്. സോ 2 2 എന്നുള്ള ലൊക്കേഷനിലുള്ള വാല്യൂ ആണ് 2. സോ ഇതാണ് സ്പാർസ് മെട്രിക്സിന്റെ ട്രിപ്ലെറ്റ് റെപ്രസെന്റേഷൻ. ഓക്കെ.